അങ്ങനെ ഇന്ന് രാവിലെ എണീച്ചപ്പോൾ തോന്നി ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ നടക്കാൻ പോയിട്ടാകുമ്പോഴുള്ള കാഴ്ചകളൊക്കെ കാണിക്കാൻ വിചാരിച്ചു. രാവിലെ 5 മണിക്ക് നമ്മൾ നടക്കാൻ ഇറങ്ങും. നേരെ വെള്ളിക്കോത്ത് പോയിട്ട് അവിടുന്ന് നേരെ മടിയൻ റോഡിലേക്ക് നടന്ന് തിരിച്ചു വരികയാണ് ചെയ്യുന്നത്. ഇപ്പം മടിയൻ കൂലോത്തിൻ്റെ അതിലേ കൂടിയിട്ട് ഇപ്പം മടിയൻ ജംഗ്ഷനിലേക്ക് എത്തി. അവിടുന്ന് തിരിച്ചു. എൻ്റെ മുമ്പിൽ ഇവർ കയറിയോണ്ട് ഞാൻ ഒറ്റ ഓട്ടം ഓടി. അങ്ങനെ ഇവരെയും തോപ്പിച്ച് മുമ്പിലെത്തി. സൈഡിലേക്ക് നോക്കുമ്പോഴത്തേക്കുണ്ട് കുറേ വർക്കൗട്ട് ചെയ്യേണ്ട സാധനങ്ങൾ വെച്ചിട്ട്. അങ്ങനെ നമ്മൾ എല്ലാവരും അതിൽ കയറി കുറച്ച് വർക്കൗട്ടൊക്കെ ചെയ്തു. എല്ലാത്തിലും മാറി മാറി കയറി നോക്കിയിട്ടാ. 6ഓളം സാധനങ്ങളുണ്ടായിന്. എല്ലാത്തിലും നമ്മൾ കയറി. അങ്ങനെ സൈക്ലിങ്ങെല്ലാം കഴിഞ്ഞ് നേരം വെളുത്തത് അറിഞ്ഞിട്ടില്ല. അങ്ങനെ സമയം വൈകിയെന്ന് പറഞ്ഞിട്ട് നമ്മൾ വേഗം വീട്ടിലേക്ക് മടങ്ങി. അങ്ങനെ നടന്ന് വീടെത്താറായി. ഇതാണ് സുനിയേട്ടൻ്റെ ഷോപ്പ് കേട്ടോ. ഇനിയിപ്പോൾ സുനിയേട്ടനെ ഞാൻ പെരുതിയാറിൽ എടുത്തേക്കാന്ന് മുട്ടുംപടി. ഇതാണ് സുനിയേട്ടൻ്റെ താവളം. അങ്ങനെ ചേച്ചിയും അമ്മയും കൂടി അങ്ങോട്ട് പോയി. ഞാൻ നേരെ എൻ്റെ വീട്ടിലേക്കും വന്നു. ഇനിയിപ്പോൾ കുറച്ച് ചെടിക്കെല്ലാം വെള്ളം ഒഴിക്കാനുണ്ട്. അപ്പോൾ വന്ന പാട് അതങ്ങ് ചെയ്ത് തീർക്കാൻ വിചാരിച്ചു. അങ്ങനെ ചെടിക്കെല്ലാം വെള്ളം ഒഴിച്ചിട്ട് ഞാൻ വേഗം എണ്ണ തേച്ച് കുളിക്കാൻ വിചാരിച്ചിട്ട് വേഗം എണ്ണയെല്ലാം തേച്ചു. അങ്ങനെ എണ്ണ തേക്കുന്ന സമയത്ത് കുഞ്ഞുമോനും എണീച്ചു. അങ്ങനെ ഓനും എടുത്തിട്ട് വന്നിട്ട് വേഗം മുഖമെല്ലാം കഴുകി കൊടുത്ത് പല്ലെല്ലാം തേച്ചിട്ട് കുറച്ച് വെള്ളവും കൊടുത്തിട്ട് ഓനെ സെറ്റാക്കി. കുഞ്ഞ് വെള്ളമെല്ലാം കുടിച്ചിട്ട് അവിടെ കളിക്കാൻ പോയി. ആ സമയത്ത് ഞാൻ വേഗം കുളിച്ചിട്ട് വന്നു. കുളിച്ചിട്ട് ഒന്ന് സ്കിൻ കെയർ എല്ലാം ചെയ്യാൻ വിചാരിച്ചിട്ട് വേഗം മോയ്സ്ചറൈസറും ഒരു ലിപ് ബാമെല്ലാം ഇട്ടിട്ട് ചുണ്ടും സ്കിന്നെല്ലാം ഒന്ന് സെറ്റാക്കി എടുത്തു. എന്നിട്ട് വേഗം മുടിയെല്ലാം കുടഞ്ഞു കെട്ടി വേഗം വിളക്ക് വെക്കാൻ പോയി. വിളക്കെല്ലാം വെച്ചിട്ട് വന്നിട്ട് വേഗം ടി വിയിൽ പാട്ട് വെക്കാൻ വിചാരിച്ചു. അങ്ങനെ പാട്ടെല്ലാം കേട്ടിട്ട് കുറച്ച് അവിടെ നിന്നു. അത് കഴിഞ്ഞിട്ട് വേഗം ഒരു 2 ഗ്ലാസ് വെള്ളം കുടിക്കാൻ വിചാരിച്ചു. പോയിട്ട് വന്നിട്ട് വെള്ളമൊന്നും കുടിച്ചിട്ടാ. അങ്ങനെ ഒരു 2 ഗ്ലാസ് വെള്ളം കുടിച്ചിട്ട് തുടങ്ങാൻ വിചാരിച്ചു. അങ്ങനെ നേരെ അടുക്കളയിൽ കയറുമ്പോഴത്തേക്ക് കുടിക്കേണ്ട വെള്ളം കഴിഞ്ഞിട്ടുണ്ടായി. അപ്പോൾ ആദ്യം തന്നെ കുടിക്കേണ്ട വെള്ളം വെച്ചിട്ട് തുടങ്ങി. അപ്പോഴത്തേക്ക് കുഞ്ഞി വന്നു. കുഞ്ഞി പറഞ്ഞു, അമ്മ എന്നെ എടുക്കമ്മേ പറയുന്നു. അങ്ങനെ ഓനെയും കളിപ്പിച്ചുകൊണ്ട് നിന്നിട്ട് വേഗം ദോശപ്പണിക്ക് തുടങ്ങി. ദോശ ആക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഏട്ടനെ കാണാൻ ഒരു 3 ആൾക്കാർ വന്നു. അവർക്ക് ചായ ഇട്ട് കൊടുത്തു. ചായപ്പൊടി കഴിഞ്ഞുകൊണ്ട് അതെല്ലാം ഒന്ന് ഫില്ല് ചെയ്ത് വെച്ചു. ഇനിയിപ്പോൾ വേഗം ദോശയെല്ലാം ചുട്ട് പയറുകറിയെല്ലാം ആക്കിയിട്ട് ഏട്ടനും കുഞ്ഞിക്കും ചായ കൊടുക്കണം. അങ്ങനെ രണ്ടാളും ചായയെല്ലാം കുടിച്ച് ഏട്ടൻ പോയി. ഞാനും കുഞ്ഞിയും ഉണ്ട്. അപ്പം നമ്മ രണ്ടാളും ഇങ്ങനെ കളിച്ചുകൊണ്ട് വന്നു. അങ്ങനെ കളിച്ച് ലാസ്റ്റ് അവനെ കുളിപ്പിക്കാൻ പോയി. കുളിച്ചിട്ടൊക്കെല്ലാം വന്നിട്ട് ഓൻ പറഞ്ഞു, അമ്മ എന്തെന്നില്ലത് എന്ന് പറയുമ്പോൾ അവൻ വേഗം ജ്യൂസ് കണ്ടുപിടിച്ചു ഫ്രിഡ്ജിൽ. അപ്പോൾ ഏട്ടനെ ഇന്നലെ വരുമ്പോൾ ജ്യൂസ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മ രണ്ടാളത് സ്പൂൺ കൊണ്ട് എടുത്ത് കുടിച്ചു. എന്നിട്ട് വേഗം ഉച്ചക്കേക്കുള്ള പണി തുടങ്ങാൻ വിചാരിച്ചു. വേഗം അരിയെല്ലാം അടുപ്പത്തിട്ട് പയറുപ്പേരിക്ക് പയറെല്ലാം മുറിച്ച് വെച്ചു. അങ്ങനെ പയറെല്ലാം അരിഞ്ഞുകൊണ്ടിരുന്നു. വേഗം പയറുപ്പേരിക്കുള്ള പണിക്ക് പോയി. പയറുപ്പേരി തീമ വെച്ചിട്ട് ഞാൻ വേഗം അലക്കാനിട്ടിട്ടുണ്ടായി. അങ്ങനെ പയറുപ്പേരി എല്ലാം വറുത്തിട്ടിട്ടെല്ലാം ആയിട്ട് അത് ആറിടാൻ പോവാൻ വിചാരിച്ചു. അപ്പോഴത്തേക്ക് കുഞ്ഞൊരു ഡ്രസ്സ് കൊടുത്തിട്ട് വന്നിട്ട്, അമ്മ ഇത് ഇട്ടാമ്മേ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അങ്ങനെ അതും ഇട്ട് കൊടുത്തു. വേഗം ആറിടാൻ പോവാൻ വിചാരിച്ചു. നല്ല വെയിലാണ്. കളത്തിലിറങ്ങിയാൽ കരിഞ്ഞു പോവും, അമ്മാതിരി വെയിൽ.
ഓനോട് ഇറങ്ങാണ്ട് പറഞ്ഞിട്ട് ഓൻ ആദ്യം പോയി കണ്ട. ഇനിയിപ്പോൾ നമ്മ ആറിയിടാൻ പോന്നു. അങ്ങനെ വേഗം ആറിയിട്ടിട്ട് വരാൻ വിചാരിച്ചിട്ട് വേഗം പകുതി ഇവിടെ ആറിയിട്ടു. പിന്നെ ഒരു സ്റ്റാൻഡ് വാങ്ങിയിട്ടുണ്ടായിനി. ആ സ്റ്റാൻഡിലിട്ടാൽ വേഗം ഉണങ്ങി കിട്ടുന്നത്. അതാണെങ്കിൽ ഈ വെയിലത്ത് തന്നെ കൊണ്ടുവയ്ക്കുകയും ചെയ്യാം. അങ്ങനെ ഞാനും കുഞ്ഞും കൂടി വേഗം ആറിയിട്ടു. പിന്നെ ഓന് പൊള്ളുന്ന കഞ്ഞിയും പയറുപ്പേരെല്ലാം എടുത്ത് കൊടുത്തു. പിന്നെ ഓൻ അങ്ങനെ കളിക്കാൻ പോയി. അപ്പോൾ ആ സമയം കൊണ്ട് ഞാൻ വേഗം തോരക്കറിയാക്കാൻ വിചാരിച്ചു. വേഗം അതിനെ അരച്ചു കൂട്ടുമ്പോഴത്തേക്ക് ഏട്ടൻ വന്നു. ഏട്ടൻ ചോദിച്ചു വന്നേലേ നാരങ്ങ വെള്ളം ഉണ്ടോണിയെന്ന്. ഞാൻ പറഞ്ഞാൽ ആക്കി വെച്ചതില്ല, ആക്കാനുണ്ട് പറഞ്ഞിട്ടാകുമ്പോൾ ഏട്ടൻ തന്നെ ആക്കാൻ പോയി. അപ്പോഴത്തേക്ക് എനിക്ക് കുറേ പാത്രവും പഠിക്കാനുണ്ടായിന്. അപ്പം ഞാൻ എന്താക്കി, ഈ പാത്രമെല്ലാം പഠിച്ചു വെച്ചു. ആ സമയം കൊണ്ട് ഏട്ടൻ നാരങ്ങ വെള്ളമാക്കി തന്നു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് വേഗം ഉച്ചക്കേക്കിലെ ഫുഡെല്ലാം എടുത്തു വെച്ചു. വേഗം ഒരു പപ്പടം കാച്ചിട്ട് മീനും പൊരിച്ചിട്ട് ഉച്ചക്കത്തെ കഞ്ഞി സെറ്റാക്കി. വേഗം ചോറെല്ലാം വെച്ചിട്ടായിട്ട് പാത്രമെല്ലാം ഒഴിച്ചിട്ട് പഠിച്ചു. അതിലൊരു പാത്രത്തിൽ ഒഴിച്ച് വെച്ചിട്ട് എല്ലാം പഠിച്ചു വെക്കാൻ വിചാരിച്ചു. അങ്ങനെ അടുക്കളയെല്ലാം വേഗം തുടച്ച് വെച്ചിട്ട് കുഞ്ഞിനെ ഉറക്കാൻ പോവാ പറഞ്ഞിട്ട് നടന്നു. ഓന് നേരത്തെ ഉറക്കം വന്നു. അപ്പോൾ ഇതെല്ലാം കഴിയാതെ പോയാൽ ശരിയാവില്ല പറഞ്ഞിട്ട് വേഗം എല്ലാം സെറ്റാക്കിയിട്ട് കുഞ്ഞിനെ ഉറക്കാൻ പോയി. ഓൻ ഉറങ്ങി എണീക്കുമ്പോഴത്തേക്ക് ലച്ചു ചേച്ചിയും വന്നിട്ടുണ്ടായിന്. അങ്ങനെ രണ്ടാളും കൂടെ കേക്കെല്ലാം തിന്നുകൊണ്ടിരുന്നു. അതിൻ്റെ ഇടയിൽ എന്തെല്ലാം കഥയെല്ലാം പറഞ്ഞ് ചിരിക്കുന്നെല്ലാം ഉണ്ട്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ടാകുമ്പോഴത്തേക്ക് അച്ഛൻ വന്നു. അച്ഛൻ വരുമ്പോൾ ഒരു പായസം കൊണ്ടുവന്നിന്. വാണിയമ്മ പായസം കൊടുത്തിനോലും കുഞ്ഞിക്ക് കൊടുക്കാൻ. അങ്ങനെ പായസമെല്ലാം കുടിച്ചു രണ്ടാളും. എന്നിട്ട് വണ്ടിയിൽ കളിക്കാൻ പോയി. വണ്ടി കളിച്ചിട്ട് മതിയാവുമ്പോൾ പറഞ്ഞു വേറെന്തെങ്കിലും കളിക്കാമെന്ന്. അങ്ങനെ തവളച്ചാട്ടം തുള്ളുന്നുണ്ട്. അപ്പോൾ കുഞ്ഞിക്കാവുന്നില്ല. എന്നിട്ട് ഞാൻ കാണിക്കാൻ പോയത്. ലാസ്റ്റ് 2 തുള്ളുമ്പോഴത്തേക്ക് ഞാനവിടെ അടിയും വീണു. ഇത് അമ്മ വീഡിയോ എടുക്കുന്ന പോലെ കുഞ്ഞെടുക്കുക പറഞ്ഞിട്ട് എടുത്തതാണ് കേട്ടോ. അങ്ങനെ രണ്ടാളെ ക്ഷീണിച്ചിട്ട് നാരങ്ങ വെള്ളം കുടിക്കാൻ പോയി. ആ സമയം കൊണ്ട് ഞാൻ വേഗം കുളിച്ചിട്ട് വന്നിട്ട് വിളക്കെല്ലാം കത്തിച്ചു. വിളക്കെല്ലാം വെച്ചിട്ട് കുറച്ച് കളിക്കുമ്പോഴത്തേക്ക് ലച്ചു മോളെ കൂട്ടാൻ വന്നു. അങ്ങനെ ലച്ചു ചേച്ചി പോയിട്ടാകുമ്പോൾ കുഞ്ഞിന് ബേജാറായി. പിന്നെ നമ്മൾ രണ്ടാളെയും എന്നിട്ട് വേഗം രാത്രി കേക്കില്ല പരിപാടി നോക്കാൻ പറഞ്ഞിട്ട് വേഗം കുറച്ച് ചോറ് ബാക്കിയുണ്ടായിന്, നെയ്ച്ചോറ്. അങ്ങനെ വേഗം ഉള്ളിയും തക്കാളിയും പച്ചമുളകെല്ലാം മുറിച്ചിട്ടിട്ട് അതൊന്ന് മുട്ടയെല്ലാം പൊട്ടിച്ചിട്ടിട്ട് മുട്ടച്ചോറാക്കാൻ വിചാരിച്ചു. അങ്ങനെ മുട്ടയെല്ലാം പൊട്ടിച്ചിട്ടിട്ട് അതിലത്തേക്ക് ചോറും ഇട്ടു, കുറച്ച് ഉപ്പെല്ലാം ഇട്ടിട്ട് കുരുമുളകെല്ലാം ഇട്ടിട്ട് ഒന്ന് രാത്രിക്കത്തെ ഫുഡ് ഒന്ന് സെറ്റാക്കി എടുത്തു. കുഞ്ഞിക്ക് ഫ്രൈഡ് റൈസ് പറഞ്ഞിട്ട് ഇത് കൊടുത്തിട്ടാകുമ്പോൾ നല്ല ടേസ്റ്റ് പറഞ്ഞിട്ട് തിന്നുന്നുണ്ട്. ഓന് നല്ല ഇഷ്ടമാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ആക്കി നോക്കിട്ടാ ബാക്കി ഒന്ന് ചോറിന്. അപ്പം ഞാൻ വേഗം ആക്കിയ ശേഷം കുഞ്ഞിക്ക് എടുത്തു കൊടുത്തു. ഓൻ വേഗം തിന്നു. എന്നിട്ട് നമ്മളെല്ലാവരും കഴിച്ചു. വേഗം പാത്രമെല്ലാം പഠിച്ചു വെക്കാൻ പറഞ്ഞിട്ട് എല്ലാം അടുക്കളയെല്ലാം സെറ്റാക്കി വെച്ചു. എന്നിട്ട് നാളത്തേക്കുള്ള അരിയും വെള്ളത്തിലിട്ടിട്ട് വേഗം ഉറങ്ങാൻ പോയി. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. ഓക്കെ, താങ്ക് യു. അടുത്ത വീഡിയോ ആയിട്ട് നെക്സ്റ്റ് കാണാം. ബൈ.